ഇന്നലെ നടന്ന യുവേഫ നേഷൻ ലീഗിൽ പോർച്ചുഗലും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഒരു 40-കാരനും അതേപോലെ ഒരു 17-കാരനുമായിരുന്നു. 40-കാരൻ നമ്മുടെ സ്വന്തം CR7, അതേപോലെ 17-കാരൻ ലെമീൻ യമാൽ സ്പെയിനിന്റെ. അപ്പോൾ കളി തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതുവരെ സ്പെയിൻ വന്നിരുന്നത് അടിപൊളിയായിട്ടാണ് വന്നത്. കാരണം ഫ്രാൻസിനെ അടിച്ചിട്ടാണ് ഫൈനലിലേക്ക് വന്നത്. അപ്പം ഈസി ആയിട്ട് തന്നെ സ്പെയിൻ പോർച്ചുഗലിനെ അടിക്കുന്നുണ്ടോ ഞാൻ സത്യം പറയണം വിചാരിച്ചത്. പക്ഷേ പോർച്ചുഗലിന്റെ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് കറക്റ്റ് വ്യക്തമായിട്ട് തന്നെ പ്ലാനോട് കൂടിയാണ് കളിക്കളത്തിലേക്ക് വന്നതെന്നുള്ളത് മനസ്സിലാവാതെ പോയത് സ്പെയിന് മാത്രമാണ്. കാരണം ലെമീൻ യമാൽ എന്ന പ്ലേ മേക്കറെ വ്യക്തമായിട്ട് തന്നെ അവർ പൂട്ടിയിട്ടുണ്ട്. ന്യൂനോ മെൻഡസ് എന്ന പോർച്ചുഗൽ പ്ലെയർ ഇന്നലെ കിഡു പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയാണ് ലെമീൻ യമാലിനെ വ്യക്തമായിട്ട് പൂട്ടിയത്. എന്തിനു പറയുന്നത് 40-കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ 2-3 തവണ ലെമീൻ യമാലിന്റെ കാലിൽ നിന്ന് പന്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ലെമീൻ യമാലിനെ എന്താ പറയുക 90 മിനിറ്റ് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അത് ആ സമയം കൊണ്ട് തന്നെ പിൻവലിക്കേണ്ടി വന്നു പരിശീലകന്. കാരണം വേറൊന്നുമല്ല, ലെമീൻ യമാലിനെ സുന്ദരമായിട്ട് തന്നെ പോർച്ചുഗൽ പ്ലേയേഴ്സ് വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ കളിയിൽ പോർച്ചുഗൽ കപ്പടിക്കാൻ കാരണം ലെമീൻ യമാലിനെ വ്യക്തമായിട്ട് തന്നെ പൂട്ടിയതാണ്. ഫ്രാൻസിനോട് കളിച്ച കളിയൊന്നും ഇവിടെ ലെമീൻ യമാലിന് കളിക്കാൻ പറ്റില്ല. അപ്പോൾ പറയാൻ ഇത്രയേ ഉള്ളൂ, ലെജൻഡ് എന്നും ലെജൻഡാണ്. ലെമീൻ യമാൽ വന്നിട്ടേ ഉള്ളൂ, 17 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ 17 വയസ്സായിട്ടുള്ള ലെമീൻ യമാലിനെ ഒരിക്കലും മെസ്സി ആയിട്ടോ റൊണാൾഡോ ആയിട്ടോ ഒന്നും താരതമ്യം ചെയ്യാനായിട്ടില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഒരുപാട് ആൾക്കാർ ലെമീൻ യമാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ബലൻഡിയോർ നേടും മറ്റേത് നേടും എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ലെമീൻ യമാൽ ഇനിയും വളരാനുണ്ട്. എന്താ പറയുക, ലെമീൻ യമാലിന്റെ നല്ല കളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെക്കൻ നല്ല ഭാവിയുണ്ട്. പക്ഷെ ചെക്കന് ലേശം തലക്കനം കൂട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം എല്ലാവരും ഇങ്ങനെ പൊക്കിയിടുന്നതുകൊണ്ടേ, പൊക്കി തലയിൽ വെക്കുന്നതുകൊണ്ടേ. പക്ഷെ ഇനിയും ഒരുപാട് വളരാനുണ്ട് എന്നുള്ളത് ഇന്നത്തെ കളിയോടുകൂടി മനസ്സിലായി. കാരണം അത്രയ്ക്ക് വ്യക്തമായിട്ട് ന്യൂനോ മെൻഡസ് എന്ന പ്ലെയർ പോർച്ചുഗലിന്റെ പൂട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കളിയിൽ താരമായത് വേറൊന്നല്ല, ഏറ്റവും നന്നായി കളിച്ചതും ന്യൂനോ മെൻഡസ് ആണ്. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ CR7 രണ്ടാമത്തെ ഗോൾ നേടിയ ആ ഒരു അസിസ്റ്റ് കൊടുത്തതും ന്യൂനോ മെൻഡസ് ആണ്. ഫസ്റ്റത്തെ ഗോൾ നേടിയിരിക്കുന്നതും ന്യൂനോ മെൻഡസ് ആണ്. ഇപ്പോൾ പുതിയൊരു പ്ലെയർ ആണ് ന്യൂനോ മെൻഡസ്. അത്രയും കിടിലനായിട്ട് കളിക്കുന്നുണ്ട്. ഇന്നലെ കളി കൊണ്ടുപോയത് അദ്ദേഹമാണ്. ഒരു ഗോളും ഒരു അസിസ്റ്റ് കൊടുത്തത് നമ്മുടെ CR7. അപ്പോൾ ലെമീൻ യമാലിനെ പൂട്ടാനുള്ള എന്താ പറയുക ചാവി കൊടുത്തത് ന്യൂനോ മെൻഡസിനാണ്. അത് അദ്ദേഹം വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെമീൻ യമാൽ ഇനി കുറച്ചും കൂടെ എന്താ പറയുക മൂക്കാനുണ്ട്. ഈ ഒരു ഫൈനലിൽ ലെമീൻ യമാൽ ഒന്നും അല്ലാതായിപ്പോയി എന്നുള്ളത് കളി കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു കിഡു മാച്ച്, ഒരു കിഡു ഫൈനൽ നമുക്ക് എല്ലാവർക്കും കിട്ടി. അപ്പോൾ നമ്മുടെ CR7 മൂന്നാമത്തെ കപ്പ് നാഷണൽ എന്താ പറയുക, ഈ CR7 2016 യൂറോ കപ്പ് നേടി, അതേപോലെ തന്നെ 2019 നാഷണൽ ലീഗ് നേടി, 2025 നാഷണൽ ലീഗ് 3 കപ്പ് നേടിയ ഒരു പ്ലെയറാണ് പോർച്ചുഗലിന്റെ CR7. സാക്ഷാൽ ലൂയി ഫിഗോക്ക് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഞാനൊരു മെസ്സി ഫാനാണ്, എന്നാൽ പോലും CR7 നമ്മുടെ ചങ്കാണ്.